ക്വസ്റ്റ്യനിൽ നമുക്ക് 4n + 6n + 9n + 11n 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വേരിയസ് റിമൈൻഡേഴ്സിന്റെ സമ്മാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു നമ്പേഴ്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേരിയസ് റിമൈൻഡേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്കുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ n ഒരു നാച്ചുറൽ നമ്പർ ആണ്. സോ n ഐദർ ഈവൻ ആവാം അല്ലെങ്കിൽ ഓഡ് ആവാം. സോ ഫസ്റ്റ് നമുക്ക് n ഓഡ് എന്നുള്ള കേസ് എടുക്കാം. 4 ഓഡിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അതേപോലെ 6 ഓഡ് എനി നമ്പർ ആണെങ്കിലും നമുക്ക് 6 ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ വരുന്ന വാല്യൂ. 9 n ഓഡ് ആണെങ്കിൽ നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. അതേപോലെ 11 എനി പവർ വന്നു കഴിഞ്ഞാലും കാരണം 1ന്റെ എനി പവർ 1 ആണ്. സോ യൂണിറ്റ് ഡിജിറ്റ് ഈ വാല്യൂസ് ആണ്. ഇതെല്ലാം കൂടെ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 20 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് യൂണിറ്റ് പ്ലേസിൽ വന്നിരിക്കുന്നത് 0 ആണ്. ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലുള്ള റിമൈൻഡർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പോസിബിലിറ്റി 0 ആണ്. ഇനി അടുത്ത് ഇതേപോലെ നമുക്ക് n ഈവൻ ആവുന്ന കേസ് എടുക്കാം. ഈവൻ ആവുന്ന കേസിലും 4നും 9നും മാത്രമേ യൂണിറ്റ് പ്ലേസിൽ ഡിഫറൻസ് ഉള്ളൂ. 4 ഈവൻ ആണെങ്കിൽ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. 6ന്റെ കേസിലെല്ലാം സെയിം തന്നെയാണ്. അതേപോലെ 9 ഈവൻ ആണ് വരുന്നതെങ്കിൽ അവിടെ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. 11 n ഏതാണെങ്കിലും 1 തന്നെ. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 + 6 + 1 + 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 14 ആണ്. സോ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണ് റിമൈൻഡേഴ്സിനുള്ളത്. ഒന്ന് 0 എന്നും അടുത്തത് 4 എന്നും. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ സം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ.